കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള കറിയാണ് തക്കാളി മോര് കറി. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് മറ്റൊരു കറിയേ വേണ്ട. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 4 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും 2 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി അരിഞ്ഞതും ഒരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടാണ്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അത്യാവശ്യം എരിവുണ്ടെങ്കിലാണ് ഇതൊരു കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ ചൂടാക്കി എടുക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴണ്ടി ഒരുപാട് മൂത്ത് വന്ന് ഗോൾഡ് കളർ അങ്ങനെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അത് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിയ രീതിയിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ടാക്കി എടുക്കാം, പക്ഷേ ഒരുപാട് കുഞ്ഞാക്കി കട്ടാക്കണ്ട. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണിന് താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. തക്കാളി കുക്കാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെന്തുടയാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. നമുക്കിനി മൂടി വെച്ച് കുക്കാക്കാം. ഇപ്പോൾ തക്കാളിക്ക് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇങ്ങനെ വെന്തുടയാൻ നിൽക്കണ്ട, ഇടയ്ക്ക് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് മോരാക്കിയതാണ്. ഞാനിവിടെ കിട്ടുന്ന തൈര് പുളിപ്പില്ലാത്ത തൈരാണ്. അത് ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള മോരാണ്. പുളിയുള്ള മോരാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വരുമ്പം ഇപ്പോൾ ഒരുപാട് കളറൊന്നും കാണില്ല, മഞ്ഞ കളറ് കാണില്ല, പക്ഷേ അതൊന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കളറ് വന്നോളും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത്. പിന്നെ കറി ഒരുപാട് തിളച്ചു പോകരുത്, ചൂടായാൽ മാത്രം മതി. കറി ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി മൊത്തം പിരിഞ്ഞുപോയി പിന്നെ നാശമായി പോവും. ഞാനിപ്പോൾ അതാ ഉപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായത് കാരണം ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതി. ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറി പിരിഞ്ഞു പോവും, അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ആവിയൊക്കെ മേലേക്ക് പൊങ്ങുന്നുണ്ട്. ഇത്ര മതി. നമുക്കിനി ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ഉലുവട്ട് പൊട്ടിക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പം തീ ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണിന് താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചുഴറ്റി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കറി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറിയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അന്നത്തെ ഊണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്